വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലൈഫ് UPVC ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ 40-50 കൊല്ലത്തോളം അതിന് മുകളിലേക്ക് നമുക്ക് ലൈഫ് കൊടുക്കാം. ട്രൈ ചെയ്യും കൊടുക്കട്ടെ കൊടുക്കും. എവിടെ അടിക്കണ്ടേ? എവിടെ വെച്ചാൽ അടിക്കും. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് മേക്കിംഗ് ഇൻസ്റ്റാളേഷൻ. വെയിറ്റ് ഉണ്ട്, ഇതിന്റെ ഉള്ളിലെ സ്റ്റീല് ഗ്ലാസ് നല്ല വെയിറ്റ് ആയി. ഇത് കാണാൻ ഇതിന്റെ ഹൈറ്റ് എന്താ കർത്താവേ, ഇത് എവിടെ വെക്കാനാണ്? ഇതൊരു വീട്ടിലേക്കുള്ളതാണ്. ഇപ്പോഴത്തെ വീടുകളൊക്കെ വലിയ വിൻഡോസ് അല്ല വരുന്നത്. അതെ, ആളുകൾക്ക് കൂടുതൽ ചോരുകളേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കണ്ട വീട് പോലെ കുറെ ഗ്ലാസുകൾക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പൊ ലൈറ്റും കാറ്റൊക്കെ കിട്ടാൻ സുഖം. അതെ. ഞങ്ങളുടെ പുറകിൽ ഒരു അടിപൊളി വീടുണ്ട്. ഒരു മോഡേൺ സ്റ്റൈലുള്ള ഒരു ഗംഭീര വീടാണ്. ലാൻഡ്സ്കേപ്പും വീടിൻ്റെ അകത്തളങ്ങളും എല്ലാം മനോഹരമായിട്ട് വന്നിട്ടുള്ള ഒരു വീടാണ്. നിതിൻ ബ്രോ നമസ്കാരം. ഇത് നിതിൻ ബ്രോയുടെ വീടല്ല. നമ്മളിത് പറയാൻ പോകുന്നത് വീട്ടിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലെ അകത്തളങ്ങളിൽ ആളുകൾ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ ചെയ്യാറുണ്ട് അല്ലേ? ഈ ചുവരുകളുടെ എണ്ണം കുറച്ചിട്ട്, കോൺക്രീറ്റ് ചുവരുകളുടെ എണ്ണം കുറച്ചിട്ട് അവിടെയൊക്കെ ഓപ്പൺ ഗ്ലാസ് വിൻഡോസ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ മനോഹരമായിട്ട് ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം വലിപ്പം വരുന്ന ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വീട്ടിനേക്കാൾ ഉപരി ഇത്തരം ഓപ്പൺ സ്പേസുകൾ നമുക്കിങ്ങനെ UPVC വിൻഡോ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ? അതെ, യെസ്. അപ്പം 5 എലമെന്റ്സ് വിൻഡോസ് ആൻഡ് ഡോർസ് അല്ലേ? 5 എലമെന്റ്സ് വിൻഡോസ്. നമ്മളാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടാൽ അതിന്റെ ഒരു ബ്യൂട്ടി എങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. മെക്കാനിസം വീടൊക്കെ കാണിച്ചു തരാം അല്ലേ? നല്ല കയറാം ഉള്ളിലേക്ക്. കമോണ്ട് പരിപാടി. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവാം. നല്ല ലാൻഡ്സ്കേപ്പ് ഉണ്ട് കേട്ടോ, നല്ല പച്ചപ്പുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, ഒരു മാവ്, ഒരു കോർട്ട്യാർഡ് സ്പേസ് കൂടെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ ഗ്രീൻ സ്പേസ് ആണല്ലേ? യെസ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള എലവേഷൻ സ്റ്റൈലുമാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ. ഇതിങ്ങനെ പടിപടിയായിട്ട് കുറേ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസിലേക്ക് എത്താൻ വേണ്ടി. അതെ, മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ താണ്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് UPVC. ബ്ലാക്ക് കളർ UPVC ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ അലൂമിനിയം ചെയ്യുന്നുണ്ടല്ലേ? സിസ്റ്റം അലൂമിനിയം നമ്മൾ സിസ്റ്റം അലൂമിനിയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ UPVC ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലാമിനേറ്റഡ് ആണോ? ലാമിനേറ്റഡ് ഗ്ലാസ്. അതായത് കസ്റ്റമർക്ക് ഒരു കൺസേൺ ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി. അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത് ലാമിനേറ്റഡ് ഗ്ലാസ്. യെസ്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വെളിച്ചം മാത്രമല്ല കാറ്റും കൂടെ കിട്ടും. മാത്രമല്ല ഇത് 3 ട്രാക്കാണ്. നമുക്ക് മെഷ് നമുക്കുള്ളിൽ നിന്ന് കാണാതെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്താ? കൊതുക്, ഇൻസെക്ട്സ്, മാത്രമല്ല പാമ്പ്. പാമ്പിനും പേടിക്കണ്ട. അതെ, SS മെഷുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നമ്മൾ ഇതിന് 20 ഇയേഴ്സ് വാറണ്ടി നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ലൈഫ് UPVC ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40, 45, 50 എബവ് ഇതിന് ലൈഫ് വരുന്നുണ്ട്. 40-50 കൊല്ലത്തോളം അതിന് മുകളിലേക്ക് നമുക്ക് ലൈഫ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലിവിംഗ് സ്പേസിൽ കയറി. ലിവിംഗ് സ്പേസിലും ഈ പറഞ്ഞ പോലെ ആകെ 2 ദിവസം കണ്ട് ചോര് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ നമ്മുടെ UPVC വിൻഡോസ് ആണ് വന്നിരിക്കുന്നത്. ഇത് സ്ലൈഡിംഗ് വിൻഡോ, അതുപോലെ തന്നെ ഈ 2 ഏരിയയിൽ നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് വരുന്നത്. വലിയൊരു ഡബിൾ ഹൈറ്റ് സ്പേസിൽ കൊടുത്തിരിക്കുന്ന കോർട്ട്യാർഡ് സ്പേസ്. അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്തിട്ടാണ്. ഇതും സ്ലൈഡിംഗ് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യം മെഷ് വന്നിരിക്കുന്നു, വിത്ത് മെഷാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് പുറകില് ഗ്ലാസ് വന്നിരിക്കുന്നു. 2 ട്രാക്കില് ഗ്ലാസും 1 ട്രാക്കില് മെഷും നമുക്ക് വരും. ഇവിടേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇതിന്റെ പല ഭാഗത്ത് ഈ കോർട്ട്യാർഡ് സ്പേസിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഈ UPVC വിൻഡോസ് വന്നിട്ടുണ്ട്. പിന്നെ മുകളിലാണെങ്കിലും ഹൈറ്റ് ഉള്ള ഒരു വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ബോട്ടം സൈഡ് കസ്റ്റമർക്ക് ഓപ്പണിംഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഓപ്പൺ ഡോർ ആയിട്ട് ഇങ്ങനെ ചെയ്തു. ടോപ്പിൽ അതിന്റെ ഫിക്സർ നമ്മൾ കൊടുത്തു. നല്ല കോർട്ട്യാർഡ് അല്ലേ? നല്ല വലിയ സ്പേസ് ആണ്. വീട്ടിൽ ഹാർട്ട് ഭാഗം തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് വന്നു അല്ലേ? പ്രൈവറ്റ് ലിവിംഗ് ആണ്. അങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെയും ഈ ഗ്രീൻ സ്പേസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ വരുന്ന വഴി എല്ലാം നമ്മൾ കുറേ ഓപ്പൺ സ്പേസ് ആണ്. അവിടെയൊക്കെ നമ്മൾ ഈ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും വിൻഡോസിന് യാതൊരു കുറവുമില്ല. അതെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ സ്ലൈഡിംഗ് വിൻഡോസ് വിത്ത് മെഷ് ആയിട്ടുള്ളത്. വിത്ത് മെഷാണ്. അപ്പം ആ ഒരു ലാമിനേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി, അതായത് കസ്റ്റമറുടെ ഫസ്റ്റ് പ്രിഫറൻസ് സെക്യൂരിറ്റി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ചോയ്സ് കൊടുത്തു ലാമിനേറ്റഡ് ഗ്ലാസുകൾ. ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല, പൊട്ടിക്കാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ചുമരാണെങ്കിലും മരാണെങ്കിലും നമുക്കത് കുത്തി പൊട്ടിക്കാം. അതുപോലെ തന്നെ കുറച്ച് സമയം എടുക്കും ഈ സംഭവം പൊട്ടിച്ചെടുക്കണം. ഓക്കെ. അപ്പം ഈ വീടിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ളത് ഈ പ്രൈവസിയെ പറ്റിയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത്രയും ഓപ്പൺ സ്പേസ് കൊടുക്കുമ്പോഴത്തേക്കും അയൽപക്കക്കാർക്ക് മുഴുവൻ കാണാം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ വീടുകളൊക്കെ അങ്ങനെ വരുന്നത്. ഇപ്പൊ ഇതിൽ വലിയ കർട്ടൻ, ഇതിന്റെ കർട്ടൻ വന്നുള്ളത് നോക്കിയാൽ ടോപ്പിൽ നിന്നാണ് കർട്ടൻ വന്നത്. ഇപ്പൊ അത് ആ കോർട്ട്യാർഡ് സ്പേസിനും കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രെയിം. വീണ്ടും നമ്മൾ വരുന്നത് നമ്മുടെ ഫാമിലി ഡൈനിങ് സ്പേസിലേക്കാണ്. ഫാമിലി ഡൈനിങ് സ്പേസിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു വിൻഡോ.
വിൻഡോ ഇല്ല, ഒരു ഡോർ, സ്ലൈഡിംഗ് ഡോറാണ്. സ്ലൈഡിംഗ് ഡോർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, വിത്ത് മെഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു പാർട്ടാണ് അല്ലേ? യെസ്. ഇതിന് ഇപ്പുറത്തെ ഒരു വലിയൊരു മിറർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡിസൈൻ എലമെന്റിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തെ കൺസോൾ ടേബിൾ, അവിടെ ഒരു ഗ്ലാസ്, ഒരു ക്രോക്കറി ഷെൽഫ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് എലമെന്റ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ. കിച്ചണിലേക്ക് വന്നപ്പോഴും പുറത്തേക്ക് ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു ഓപ്പൺ സ്പേസാണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ സ്ലൈഡിംഗ് വിൻഡോസ് തന്നെയാണ്. നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ വീടിൻ്റെ ഉള്ളിലേക്ക് വരും. ഓക്കെ, നമ്മൾ വേറെ ലൈറ്റ് കൊടുക്കേണ്ട അധികം ആവശ്യങ്ങളില്ല. അതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണോ ഡൈനിങ് സ്പേസ് ആണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇതുണ്ട്, ഇവിടെ കിച്ചൺ ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് സപ്ലൈ നടക്കും അല്ലേ? യെസ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ വന്നിരിക്കുന്നു. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന 4 പാടും നമുക്ക് ഈ പറഞ്ഞ ഓപ്പൺ സ്പേസ് ആണ്. വിൻഡോ തന്നെ കൊടുത്തിരിക്കും, സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് മെഷ്. നമ്മൾ അവിടെ കൊടുത്തുള്ളത് ബ്ലാക്കിലാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വൈറ്റ് കളറിലാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇതും സെയിം തന്നെ മെഷ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത് ഒരു 12 mm ലാമിനേറ്റ് ഗ്ലാസ് വരുന്നത് നമുക്ക് സ്മൂത്തായിട്ട് ഇതിന് സിംഗിൾ ടച്ച് കൊടുത്താൽ നമുക്ക് അങ്ങോട്ടേക്ക് പൊക്കോളൂ അല്ലേ? മുകളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇത് ഫാനും ലൈറ്റും കൂടെ വരുന്നൊരു കൊള്ളല്ലോ. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെയർ ആണ്. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 നിലകളിലോട്ട് പോകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ നിലയ്ക്ക് ഓരോ വിൻഡോ പോർഷൻസ് വന്നിട്ടുണ്ട്. അതെ, 3 നമ്മൾ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. 3 എല്ലാം നിങ്ങൾ സ്ലൈഡിംഗ് ഡോർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഫിക്സഡും. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആക്സസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഫിക്സഡ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഒരു ബെഡ്റൂം കാണിച്ചു തരാം. ബെഡ്റൂമിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ തീം വൈറ്റ് ആയി മാറി അല്ലേ? ഫുൾ വൈറ്റ് ആയി മാറി. ഇത് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നു അല്ലേ? ലാൻഡ്സ്കേപ്പിലേക്ക് നമുക്കിത് തുറന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഈ UPVC വിൻഡോയുടെ ഒരു പ്രാധാന്യം വല്ലാണ്ട് ഉണ്ട്. ഏത് സൈസിലും കസ്റ്റം ചെയ്തെടുക്കാം. ഏത് സൈസിലും നമുക്ക് കസ്റ്റം ചെയ്യാം. അതല്ലേ, നമ്മൾ ഫാക്ടറിയിൽ പോയി കാണാം. സൈസിനനുസരിച്ച് നമുക്ക് ഇതിന്റെ പറഞ്ഞില്ലേ 2 ട്രാക്ക് 3 ട്രാക്ക് അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഏത് രീതിയിലും ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പം നിൽക്കുന്നത് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂമാണ്. ഈ പറഞ്ഞ നമ്മുടെ UPVCക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണെന്ന് പറയാം. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ലൈറ്റ് ഇടാണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല നാച്ചുറൽ ലൈറ്റ് വരുന്നു. അപ്പം ഇത്തരം ഇടങ്ങൾ ഒരു ബേ വിൻഡോ ആണ്, ഒരു ബേ വിൻഡോ സ്പേസ് ആണ്. അവിടെ നമുക്ക് സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴും അതിന്റെ ബ്യൂട്ടി മാറി എന്നുള്ളതാണ് അല്ലേ? താഴെ കണ്ടിട്ടുള്ള ഒരു മൂടല്ല, മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോട്ടം തൊട്ട് ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റിയുടെ പ്രശ്നമുള്ള കാരണം ഇവിടെ ഫിക്സഡ് കൊടുത്തു, ഇതിൽ നമ്മൾ സ്ലൈഡിങ് കൊടുത്തു. ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ്. അതെ. അപ്പോൾ ബ്രോ, ഇത്രയും ഗ്ലാസ്സുകളൊക്കെ ധൈര്യത്തോടെ ആളുകൾ ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റി കൺസേൺ അത് തന്നെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കമന്റുകൾ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പോൾ ഇത്തരം ഗ്ലാസ്സുകൾക്ക് നമുക്ക് എങ്ങനെ അത് സേഫ്റ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും? ഇത് ഈസി ആയിട്ട് ബ്രേക്കബിൾ ആണോ? അല്ല, ഇതാ പറഞ്ഞ് ഇത് ലാമിനേറ്റഡ് ഗ്ലാസ്സുകളാണ്. അതായത് 2 ടഫൻ ഗ്ലാസ്സുകൾക്ക് ഇടയിൽ ഒരു PVB ഇന്റർലെയർ വരും. അതാണ് ഈ ലാമിനേറ്റഡ് ഗ്ലാസ്. അപ്പോൾ പൊട്ടിക്കൽ ടാസ്ക് ആണ്. അതായത് പൊട്ടില്ല എന്നല്ല, ഗ്ലാസ് പൊട്ടും, നമുക്ക് പൊട്ടിക്കാൻ പറ്റും, പക്ഷെ സമയം എടുക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ ചമരാണെങ്കിലും ഇപ്പം ഈ മരത്തിന്റെ ഡോർ ആണെങ്കിലും പൊട്ടിക്കുന്നവർക്ക് അത് ഈസി ആയിട്ട് പൊട്ടിക്കാം. പക്ഷെ ഇതിൽ മാക്സിമം സെക്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യും. കൊടുക്ക്. എവിടെ അടിക്കണ്ടേ? എവിടെ വെച്ചാൽ അടിച്ചോ, ഒരു കുഴപ്പമൊന്നുമില്ല. ഉറപ്പാണേ? അടിക്കും. പൊട്ടില്ല. ഇപ്പം അടിച്ച് മെല്ലെ അടിച്ചിട്ടുള്ളൂ, സ്ട്രോങ് അടിക്കും. ശരിയാണല്ലോ. പിന്നെ അടിക്കുക സ്ട്രോങ് അടിക്കുക. എനിക്കൊരു പേടി. ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? ഇനി അടിച്ചോ, ഇനി അത് അടിച്ചാലും ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ്, അതായത് ഇത് പൊട്ടിയൊരു വീഴില്ലേ സംഭവം, അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ ഈ ഫിലിമിൽ അതിലാണ് ഇത് നിൽക്കുന്നത് അല്ലേ? അത് അതായത് കസ്റ്റമർക്ക് ചോയ്സ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ലാമിനേറ്റ് ഗ്ലാസുകൾ ഉപയോഗിക്കാം സെക്യൂരിറ്റിക്ക്. ഇനി സൗണ്ട് പ്രൂഫ് അല്ലെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് കട്ട് ചെയ്യുന്ന സംഭവങ്ങളിലൊക്കെ നമുക്ക് DG ഗ്ലാസുകൾ ഉപയോഗിക്കാം. പെർഫോമൻസ് ഗ്ലാസുകൾ വേറെ വൈഡ് വെറൈറ്റി ഗ്ലാസുകൾ നമുക്ക് അവൈലബിൾ. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് വീടുകൾ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജുകൾ വരെ പണിയുന്ന സമയമാണ്. അപ്പോൾ പിന്നെ ആ ഗ്ലാസിന്റെ സ്ട്രെങ്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ? അതെ. അപ്പോൾ നിതിൻ ബ്രോ, നമ്മൾ 5 Elements മാനുഫാക്ചറിങ് യൂണിറ്റിലാണുള്ളത്. ഇത് എവിടെയാണ് ഈ സ്ഥലം? ഇത് തൃശ്ശൂർ ജില്ലയിലെ കരിവന്തല എന്ന് പറയുന്നത്. കരിവന്തല നമ്മളിവിടെ ഓൾറെഡി വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതാണ് വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. നമ്മൾ UPVC വിൻഡോസ്, സിസ്റ്റം അലുമിനിയം വിൻഡോസ്, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് കട്ടിംഗ് മെഷീൻ, UPVC കട്ടിംഗ് മെഷീൻ. ഇത് ഡബിൾ ഹെഡ് കട്ടിംഗ് മെഷീനാണ്. ഇത് 45 ആംഗിളിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ലൈവായിട്ട് കട്ട് ചെയ്ത് വീഴുന്ന കേട്ടോ.
ഈ UPVC എന്നുള്ള സംഭവം ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്. ഇതിന് നമുക്ക് വിഡ്ത്തിനും ഹൈറ്റിനും അനുസരിച്ച് നമ്മൾ ഇതിന്റെ ഉള്ളിൽ സ്റ്റീൽ ഇടണം. അതായത് സ്റ്റീലിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1.2 mm ഈ വിൻഡോസിന്റെ വിഡ്ത്തിനും ഹൈറ്റിനനുസരിച്ച് 1.2 mm തൊട്ട് നമ്മൾ സ്ക്വയർ പൈപ്പ് കൂടെ ചിലപ്പോൾ 2.5 mm വരെയുള്ള സ്റ്റീലുകൾ നമ്മൾ ഈ ചാമ്പേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ സ്ട്രെങ്ത്തിന് വേണ്ടി. ഓക്കെ, ഇതിന്റെ കൂടെ ഉള്ളിലുള്ള സ്റ്റീലാണ് വരുന്നത്. അതെ അല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോ UPVCയുടെ സ്ലൈഡിങ്ങിന്റെ ട്രാക്കാണ് വരുന്നത്. ഇതിലിപ്പോ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു മെഷീനാണ്. അതായത് ഇതിന് വാട്ടർ സ്ലോട്ട് മെഷീനാണ്. ഇവിടെ നമ്മൾ വാട്ടർ സ്ലോട്ട് ചെയ്യും, അതിനുള്ള മെഷീനാണ് ഈ കാണുന്നത്. നമുക്ക് വാട്ടർ സ്ലോട്ട് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഇതിൽ ചെയ്തത് ഇതിന്റെ ഇൻസൈഡ് ഹോളിട്ട്, അതിനുശേഷം ഇതിന്റെ ഔട്ട് സൈഡ്. വെള്ളം പോകുന്നത് ഇതിൽ കൂടെ വെള്ളം വീണിട്ട് ഇതിലേക്ക് ഡ്രൈൻ ഔട്ട് ആയിട്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചാമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ സ്റ്റീലിലേക്ക് കണക്ഷൻ വന്നിട്ടില്ല, നേരെ ഇതിലേക്ക് ഈ ചാമ്പേഴ്സ് ഇതിലേക്കാണ്. ഓ ശരിയാണ്, ഇതാണ് അതിന്റെ സിസ്റ്റം അല്ലേ? ഒരു പീസ് മുറിച്ചാൽ അതിന് ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. അതെ, ഇതൊക്കെ അതിനുള്ള ചാരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെ, സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി ഉള്ളിൽ സ്റ്റീലും കൊടുക്കും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ലോക്ക് ഹോളിലേക്ക് പോകാം. നമുക്ക് പാപ്പലോട് കഴിഞ്ഞല്ലേ? അതെ. അപ്പോൾ ലോക്ക്, അതായത് ഇത് ടച്ച് ലോക്കിനുള്ളതാണ്. പല ടൈപ്പ് ലോക്കുകളുണ്ട്, അതിനനുസരിച്ചുള്ള ഹോളുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വരുന്നതാണ് UPVCയുടെ വെൽഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 250 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം വെൽഡ് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീംലെസ് വെൽഡിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് കാണാം. ഓക്കെ, നമ്മൾ പല പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്ത് വിടുന്നതാണ്. അതെ അല്ലേ? അതെ. ഇപ്പോൾ അലുമിനിയത്തേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കോർണർ ക്ലീറ്റ്സുകളാണ്, അതായത് ജോയിന്റുകൾ മാനുവലായിട്ട് കോർണർ ക്ലീറ്റ്സ്. ഇത് വെൽഡ് ചെയ്തെടുക്കുന്നു. 3 പീസായിട്ടാണ് വെച്ചിരുന്നത്. ഇത് ജോയിന്റ് ആയല്ലേ? അതെ. പിന്നെ ഇളക്കിയാലും പറിച്ചാലും പോരത്തില്ല. ഇല്ല. തൊടുമ്പോൾ തന്നെ ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചേരത്തേക്ക് ഒരു ഹീറ്റ് ഉണ്ടാവും, നല്ല ഹീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ട്. അതെ. ഇനി അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെക്കുന്നവരോടെയാണ്. ഇനി നമ്മൾ അതായത് ഫ്രെയിം സെറ്റ് ആയതിനു ശേഷം നമുക്ക് അതിന്റെ ഹാർഡ്വെയർസ്, അതുപോലെ ഗ്ലാസ്, അതാണ് ഈ ടേബിളിൽ നമ്മൾ ചെയ്യാം. ഹിഞ്ചസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹാർഡ്വെയർസിന് നമ്മൾ കമ്പനി നമ്മൾ 10 years വാറണ്ടി കൊടുക്കും. പിന്നെ സെയിൻ ഗോബൈൻ്റെ നമ്മൾ ഗ്ലാസ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പല ടൈപ്പ് ഗ്ലാസ്സുകളുണ്ട്. നമ്മൾ കണ്ട പോലത്തെ ലാമിനേറ്റഡ് ഗ്ലാസ്സുകൾ, അതുപോലെ DG ഗ്ലാസ്സുകൾ, ഒക്കെ ഓരോ പർപ്പസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാം. ജസ്റ്റ് അതിലേക്ക് വെക്കണം. ഓരോ ടൈപ്പ് ഗ്ലാസ്സിനനുസരിച്ച്, അതായത് ഇതിന്റെ വിഡ്ത്തിനനുസരിച്ച് നമുക്ക് ബീഡിങ് വരുന്നത്. അതായത് ഇതിന്റെ കനത്തിനനുസരിച്ച്, ഗ്ലാസിന്റെ കനത്തിനനുസരിച്ച്. 1 മിനിറ്റ് പോലും വേണ്ടിയൊന്നുമില്ല. ഇത്രയും പേരുടെ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞുള്ളതാണ് അല്ലേ? അതെ. ഇതിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് മേക്കിംഗ്, ഇൻസ്റ്റാളേഷൻ. വെയിറ്റ് ഉണ്ട്, ഇതിനുള്ള സ്റ്റീല്, ഗ്ലാസ്, നല്ല വെയിറ്റ് ആയി. ഇപ്പൊ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയി. അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി. 511ന്റെ പരിപാടിയാണ്. എത്ര വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു പീസ്? നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കുന്നത് 20 years ആണ്. 20 years പ്രൊഫൈലിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഹാർഡ്വെയർസിന് നമ്മൾ 10 years വാറണ്ടി കൊടുക്കും. അലുമിനിയം ആണെങ്കിലോ? അലുമിനിയം നമുക്ക് ചോയ്സ് ആണ്. അതായത് പൗഡർ കോട്ടിങ്ങിന് 25 years വരെ പൗഡർ കോട്ടിങ്ങിന് വാറണ്ടി ഉള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓൾ കേരള ചെയ്യുന്നുണ്ടോ? വേറെ എവിടെ ചെയ്യുന്നുണ്ടോ? ഓൾ കേരള ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ നമുക്ക് രാജാജി നഗറിൽ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് സെന്റർ ഉണ്ട്. എത്ര വർഷമായി നമ്മൾ 511s? നമ്മൾ 10 years above ആയിട്ട് മാർക്കറ്റിൽ. ഒരു ദശകത്തിലധികം ഒരു അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് 511s കേട്ടോ. ആണ്. അലുമിനിയത്തിൽ തന്നെ കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആണ് സിസ്റ്റം അലുമിനിയം എന്ന് പറഞ്ഞാൽ. സിസ്റ്റം അലുമിനിയം എന്ന് പറഞ്ഞാൽ ഒരു പ്രീ എഞ്ചിനീയർഡ് സൊല്യൂഷൻ ആണ്. അതായത് കംപ്ലീറ്റ് ഫാക്ടറിയിൽ നിർമ്മിച്ച് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യണം. ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ അലുമിനിയത്തിന്റെ പ്രൊഫൈൽ തന്നെ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ട്രഡീഷണൽ കാണുന്ന അലുമിനിയത്തിന്റെ പ്രൊഫൈൽ അല്ല ഇതിൽ വരിക. ഇതിന്റെ അലുമിനിയത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6063 അലോയ് T6 കണ്ടീഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഇത്രയും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന തന്നെ ഒരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും നമ്മൾ സാധാ അലുമിനിയത്തിനായിട്ടും കൂടുതലാണ് ഇതിന്റെ ക്വാളിറ്റി. അപ്രോക്സിമേറ്റ് റേറ്റ് പറയാന്ന് വെച്ചാൽ 1000 above വരും. UPVC ആണെങ്കിലോ? UPVC ആണെങ്കിൽ ഇതൊക്കെ എല്ലാതും സൈസിനനുസരിച്ചാണ്. വിൻഡോസിന്റെ സൈസ്, ഏത് ടൈപ്പ് വിൻഡോ, അതിനനുസരിച്ചാണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത്. അപ്രോക്സിമേറ്റ് 500-600 ആണ് നമ്മുടെ UPVCയുടെ റേറ്റ് വരുന്നത്. ഇത് 1000 above ആണ്. വലിയൊരു സൈസിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല 3.5 മീറ്ററിന്റെ വിൻഡോ ആണ് നമ്മളവിടെ വെച്ചിട്ടുള്ളത്. ഇത് കാണുകയാണെന്ന് ഇതിന്റെ ഹൈറ്റ് എന്റെ കർത്താവേ, ഇത് എവിടെ വെക്കാനാണ്? ഇതൊരു വീട്ടിലേക്കുള്ളതാണ്. ഇപ്പോഴത്തെ വീടുകളൊക്കെ വലിയ വിൻഡോസ് അല്ല വരുന്നത്. അതെ, ആളുകൾക്ക് കൂടുതൽ ചോരുകളേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കണ്ട വീട് പോലെ ഗ്ലാസുകൾക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പൊ ലൈറ്റും കാറ്റൊക്കെ കിട്ടാൻ. അതെ, ഇതാണ് അലുമിനിയത്തിന്റെ കട്ടിങ് വരുന്നത്. ഇതും ഒരു ഡബിൾ ഹെഡ് കട്ടിങ് മെഷീനാണ്.
ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് ഏതാണോ വിൻഡോസിൻ്റെ സൈസ് ഇതിൽ കൊടുക്കുക അതിൽ കട്ട് ചെയ്തെടുക്കുക. ഒന്ന് കണ്ടുപോകാം അല്ലേ? അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പെർഫെക്ഷൻ കണ്ട ഈ കട്ട് ചെയ്തുള്ളതല്ലേ. നമ്മൾ UPVCന്റെ പോലെ അല്ല അത്രയും ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനാണ് നമ്മൾ ഈ മെഷീനറീസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലോക്ക് ഹോൾ അടിക്കുന്ന മെഷീനാണ്. നമ്മളിതിലൊരു 100ഓളം ടൈപ്പ് ലോക്കുകൾ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിൽ നമുക്ക് വിൻഡോസിൽ വരുന്ന ലോക്ക് ഏതാണോ, ടച്ച് ലോക്ക് ആണെങ്കിൽ ടച്ച് ലോക്ക് അത് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഹോള് ഈ മെഷീൻ ഓട്ടോമാറ്റിക് കിട്ടും. നമുക്കൊരു ലോക്ക് കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഹോൾ വരുന്നത് അല്ലേ ലോക്കിന്റെ? അതെ. ഇത് നമ്മൾ എത്ര മാനുവലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. 3 ഹോളും ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വരുന്നത്, അതായത് നമ്മളിപ്പോൾ UPVCയിൽ കണ്ടത് വെൽഡിംഗ് ആയിരുന്നു. ഇതിൽ വരുന്നത് കോർണർ ക്ലീറ്റ്സ് വെച്ചിട്ട് ഇതിനെ ജോയിന്റ് ചെയ്യണം. പിന്നെ നമ്മൾ നോർമൽ പോലെ ഗ്ലാസ് ഇടുന്നു. നമ്മൾ അവിടെ കണ്ടിട്ടുള്ള അതേ പരിപാടികൾ തന്നെ പ്രൊസീജിയർ തന്നെ വരുന്നത് അല്ലേ? അതെ. അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള വാറണ്ടിഡ് ആയിട്ടുള്ള നമ്മുടെ UPVC, പിന്നെ സിസ്റ്റം അലുമിനിയം, വിൻഡോസിനൊക്കെ ആയിട്ട് ഇവരെ സമീപിക്കാവുന്നതാണ് കേട്ടോ.